ഭീകരരുടെ പ്രാദേശിക പിന്തുണ തകർക്കാൻ NIA ഭീകരർക്ക് സഹായം നൽകുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെ തിരിച്ചറിഞ്ഞ് പിടികൂടാനാണ് പ്രത്യേക നടപടി. 75-ലേറെ പേരെ കസ്റ്റഡിയിലെടുത്തു. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടെന്ന് സംശയിക്കുന്ന കടയുടമയെ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചെയ്യുന്നത്. ശ്രീനാഥ്, ഇയാൾ ആ ദിവസം കട തുറന്നില്ല എന്നത് മാത്രമാണോ ഇയാൾ സംശയനിഴലിൽ നിൽക്കാനുള്ള കാരണം? ഇപ്പം എന്തായാലും ഭീകരവാദികളെ പിടികൂടാൻ 2000-ഓളം പേർ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നടപടിയായിട്ടാണോ കാണാൻ ശ്രീനാഥ്? ഹഷ്മി, ഏതായാലും എന്നെ ഈ കാര്യത്തിൽ സംശയമുള്ള ഒരാളെയും അങ്ങനെ വിട്ടുകളയേണ്ട, കൃത്യമായ സംശയ നിവാരണം നടത്തിയതിന് ശേഷം മാത്രമേ അവരെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടതുള്ളൂ എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കടയുടമ അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത്. NIA സംബന്ധിച്ചിടത്തോളം OGW ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ്, അതായത് സിവിലിയൻസ് ആയിരിക്കും, പക്ഷേ അവർ ഈ ഭീകരർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ കണ്ടെത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തേത് അവർ സിവിലിയൻസ് തന്നെയാണ്, സാധാരണക്കാരായി അവർക്കിടയിൽ തന്നെയാണ്. ഏതെങ്കിലും പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഭീകര പ്രവർത്തനം നടത്തുകയോ അങ്ങനെ ഏതെങ്കിലും സൂചന പോലും ഈ ആളുകളിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അതേസമയം ഭീകരർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അവർ കൈമാറും. ഈ ഒരു പരിധിവരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷനെ വഴിതെറ്റിച്ച് വിടാനുള്ള ചില വിവരങ്ങളൊക്കെ അവർ നൽകിയേക്കാം. അങ്ങനെ പലതരത്തിലാണ് ഇവരുടെ പ്രവർത്തനം. മാത്രമല്ല, ഭീകരർക്ക് ഈ പണം എത്തിച്ച് നൽകുന്നത്, ചിലപ്പോഴൊക്കെ ലോജിസ്റ്റിക്സ് സപ്പോർട്ട്, ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുക, ഭീകരപ്രവർത്തനത്തിലേക്ക് ആളുകളെ ഈ കണ്ടെത്തുക, അതായത് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കുക. ഇങ്ങനെ പല ദൗത്യങ്ങളാണ് ഇത്തരം ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സിനുള്ളത്. ഈ NIA സംബന്ധിച്ചിടത്തോളം ആ ഒരു പേരിലാണ് ഇത്തരം ആളുകളെ അവർ വിശേഷിപ്പിക്കുന്നത്, OGW എന്ന. അപ്പോൾ 75-ലേറെ OGW-മാരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. 2000-ലധികം പേരുടെ മൊഴി ഇതിനോടകം തന്നെ NIA രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിലാണ് ഇപ്പോൾ 75-ലേറെ, ഏതാണ്ട് 200-നടുത്തുണ്ട് എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകൾ ഔദ്യോഗികമല്ലാത്തതുകൊണ്ട് നമുക്ക് ആ തരത്തിൽ പറയാൻ പറ്റില്ല. എന്നാൽ പോലും 75-ലേറെ പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് ഈ ഭീകരരേക്കുള്ള വഴി കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ NIA-ക്കുണ്ട്. ഏതൊക്കെ തരത്തിലാണ് പ്രാദേശികമായി ഭീകരർക്ക് സഹായം കിട്ടിയത് എന്നതാണ് അറിയേണ്ടത്. ഹഷ്മി. ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നാടിനെ നടുങ്ങിയ, നമ്മളൊക്കെ ഇറങ്ങൽ ചെയ്യുന്ന പഹൽഗാം തീവ്രവാദി ആക്രമണം ഉണ്ടായിട്ട് ഇന്നിപ്പോൾ 11 നാൾ പൂർത്തിയാക്കിയത്. ഇന്നിപ്പോൾ 12-ാം ദിവസമാണ്. ഭീകരர்களுള്ള തെരച്ചിൽ സേനാ വിഭാഗങ്ങൾ പല മേഖലകളിൽ വളരെ ശക്തമായി തന്നെ തുടരുകയുമാണ്.